ഒരു കാലത്ത് യുവാക്കളെ ഹരം കൊള്ളിച്ച ബോളിവുഡ് സുന്ദരിയായിരുന്നു മമത കുൽക്കർണി. ഇപ്പോൾ ഓട്ടോബയോഗ്രാഫി ഓഫ് എ യോഗിനി എന്ന പേരിൽ താരത്തിന്റെ ആത്മകഥ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു ജന്മത്തിൽ പലവിധ വേഷങ്ങൾ, അതാണ് ശരിക്കും മമത കുൽക്കർണിയുടെ ജീവിതം. മറാത്തയിലെ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലെത്തിയ ആ കിന്നര സുന്ദരിയെ തേടിയെത്തിയത് വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു. 2000 കോടിയുടെ മയക്കുമരുന്ന് കേസാണ് അവർക്കു നേരെ ഉണ്ടായത്. അതിൽപ്പെട്ട് പങ്കാളി ജയിലിലായി. ബോംബെ അധോലോക നായകൻ ഛോട്ടാ രാജനുമായുള്ള ബന്ധം സ്റ്റാൻഡേർഡ് മാഗസിനിൽ ടോപ്ലെസ്സായി പോസ്റ്റ് ചെയ്തത്, കാലിത്തീറ്റ കുംഭകോണ കേസിൽ പ്രതിയായ MLA വീട്ടിലെ നഗ്ന നൃത്തം തുടങ്ങി നിരവധി വിവാദങ്ങളിലൂടെയാണ് മമതയുടെ ജീവിതം കടന്നുപോയത്. ഇടയ്ക്ക് അവർ ഇസ്ലാം സ്വീകരിച്ചതായും വാർത്തകൾ വന്നു. പക്ഷെ പിന്നീട് അവർ തന്നെ അത് നിഷേധിച്ചു. അവസാനമാണ് അവർ സന്യാസത്തിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ 12 വർഷമായി തന്റെ ജീവിതം ഒരു യോഗിനിയുടേതാണെന്നാണ് അവർ ആത്മകഥയിൽ പറയുന്നത്. ഇപ്പോൾ നടി വീണ്ടും വാർത്തകളിൽ നിറയുന്നത് പഴയ മയക്കുമരുന്ന് കേസിന്റെ പേരിലാണ്. മമത കുൽക്കർണിക്കെതിരെയുള്ള മയക്കുമരുന്ന് കേസ് റദ്ദാക്കണമെന്ന് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്ന് മമത കുൽക്കർണി ഔട്ടാകുന്നതിന് പിന്നിൽ ശക്തമായ ചില അധോലോക ബന്ധങ്ങളുടെ കഥ കൂടിയുണ്ട്. അന്ന് ഹിന്ദി സിനിമാ മേഖലയടക്കം നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെയും ഛോട്ടാ രാജന്റെയും സംഘങ്ങളായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ്. അതിൽ ഛോട്ടാ രാജന്റെ കുട്ടിയായി മമത വിലയിരുത്തപ്പെട്ടു. മമത കുൽക്കർണിയെ നായികയാക്കാൻ വേണ്ടി ഛോട്ടാ രാജൻ പലരെയും ഭീഷണിപ്പെടുത്തിയ കഥയും പുറത്തു വന്നു. രാജ്കുമാർ സന്തോഷി സംവിധാനം ചെയ്ത ചൈന ഗേറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ അധോലോക ബന്ധം പരസ്യമായത്. ചില പ്രശ്നങ്ങളെ തുടർന്ന് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ നിന്ന് രാജ്കുമാർ മമതയെ ഒഴിവാക്കി. ഇതോടെ അവർ തമ്മിലുള്ള ബന്ധം വഷളായി. അതോടെ രാജ്കുമാറിനെ തേടിയെത്തിയത് ഛോട്ടാ രാജന്റെ വിളിയായിരുന്നു. വിരണ്ടുപോയ സംവിധായകൻ വീണ്ടും മമതയെ നായികയാക്കി. കാരണം അന്ന് ദാവൂദിനേക്കാൾ ബോംബെക്ക് പേടി, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ഛോട്ടാ രാജൻ എന്ന ഷാർപ്പ് ഷൂട്ടർ കൂടിയായ അധോലോക രാജാവിനെയായിരുന്നു. പിന്നീട് മയക്കുമരുന്ന് രാജാവുമായി വിവാഹം. ഇതിനുശേഷം മമത മയക്കുമരുന്ന് രാജാവുമായി വിവാഹം ചെയ്തു. തന്റെ ഭർത്താവായ മയക്കുമരുന്ന് രാജ് വിക്കി ഗോസ്വാമിയെ മമത പരിചയപ്പെടുന്നതും ദുബായിൽ വെച്ചാണ്. 90കളുടെ അവസാനത്തിൽ സിനിമാ ഓഫറുകൾ കുറയുന്ന നിരവധി സിനിമാ നടിമാർ ദുബായിൽ നൃത്തം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനവർക്ക് മികച്ച പ്രതിഫലവും ലഭിച്ചു. അങ്ങനെ ഒരു ഷോയ്ക്കിടെയാണ് അവൾ വിക്കി ഗോസ്വാമിയെ കണ്ടത്. അക്കാലത്ത് ദുബായിൽ ഒരു ഹോട്ടലും ഫുഡ് പൾപ്പ് പ്രോസസിംഗ് ബിസിനസ്സും ഒരു ലീഗൽ ഫേമും ഒക്കെ വിക്കിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സാംബിയൻ മയക്കുമരുന്ന് പ്രഭുവായ വെൽഡൻ ഫിൻലൻഡുമായി ബിസിനസ് ബന്ധമുള്ള ഒരു മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു വിക്കി. അത് മറച്ചുവെച്ചാണ് മമതയെ പരിചയപ്പെടുന്നത്. ദുബായിൽ മമതയുടെ ഇടയ്ക്കിടെയുള്ള സന്ദർശനങ്ങൾ കാരണം അവരുടെ കൂടിച്ചേരലുകൾ വർദ്ധിച്ചു. അവർ അടുപ്പത്തിലായി. പിന്നീട് അങ്ങോട്ട് മമതയുടെ ജീവിതത്തിൽ വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. മയക്കുമരുന്ന് കേസിൽ ഭർത്താവ് പിടിക്കപ്പെടുകയും മമത മയക്കുമരുന്ന് റാണിയാവുകയും ചെയ്തു. ഇരുവരെയും പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ഇവിടം കൊണ്ടും തീർന്നില്ല. ടോപ്ലെസ് ഫോട്ടോഷൂട്ടും കാലിത്തീറ്റ കുംഭകോണവുമൊക്കെ മമതയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്കിടയാക്കി. പിന്നീട് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന മമത ഇസ്ലാം മതം സ്വീകരിക്കുകയും ദുബായിൽ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു. ഒടുവിലിപ്പോൾ സന്യാസ ജീവിതം നയിക്കുകയാണ് താരം.